നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. തിരുവല്ലയിൽ ബാർ പരിസരത്തുണ്ടായ അടിപിടിക്കിടെ യുവാവിന്റെ ജനനേന്ദ്രിയം കടിച്ചുപറിച്ച പ്രതി പോലീസിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടു. ചൊവ്വാഴ്ച രാത്രിയോടെയായിരുന്നു സംഭവം. കുറ്റപ്പുഴ പാപ്പിനി വീട്ടിൽ സുബിൻ അലക്സാണ്ടറാണ് ചൊവ്വാഴ്ച 10 മണിയോടെ രക്ഷപ്പെട്ടത്. കുറ്റപ്പുഴ അമ്പാടി വീട്ടിൽ കണ്ണൻ എന്ന് വിളിക്കുന്ന സവീഷ് സോമനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് ചൊവ്വാഴ്ച വൈകിട്ട് പോലീസിന്റെ പിടിയിലായത്. തിരുവല്ല നഗരമധ്യത്തിലെ ബാർ പരിസരത്ത് 6 മണിയോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. ബാറിൽ നിന്നും മദ്യപിച്ചിറങ്ങിയ സുബിൻ മറ്റാരെയോ ഫോൺ വിളിക്കാനായി സവീഷിന്റെ മൊബൈൽ ഫോൺ വാങ്ങി. തുടർന്ന് മൊബൈൽ ഫോൺ തിരികെ നൽകണമെങ്കിൽ 3000 രൂപ തനിക്ക് നൽകണമെന്ന് സുബിൻ പറഞ്ഞു. ഇതേ തുടർന്നുണ്ടായ തർക്കമാണ് അടിപിടിയിലും അക്രമത്തിലും കലാശിച്ചത്. അതേസമയം പരിക്കേറ്റ സവീഷിനെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയിരുന്നു. ബാർ പരിസരത്തു നിന്നും കസ്റ്റഡിയിലെടുത്ത സുബിനെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. വീട് കയറിയുള്ള ആക്രമണം അടക്കം ഒട്ടനവധി കേസുകൾ ഉൾപ്പെടെ സുബിനെ കാപ്പ ചുമത്തി നാടുകടത്തിയിട്ടുണ്ട്. കാപ്പ കാലാവധി കഴിഞ്ഞ് നാട്ടിൽ തിരികെ എത്തിയ സുബിൻ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുണ്ട്. അതേസമയം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സുബിനെ കസ്റ്റഡിയിൽ എടുത്തെങ്കിലും രാത്രി 10:30 തന്റെ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്തതെന്ന് സവീഷ് തിരുവല്ല മീഡിയയോട് പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഇന്നലെ വൈകുന്നേരം ഒരു 3:45-4 മണിയോടെയാണ് സംഭവം നടക്കുന്നത്. നമ്മുടെ തിലക് ഹോട്ടൽ തിലക് ഇല്ലയോ, തിലകിൽ വെച്ച്. പിന്നെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വിളിക്കാനായിട്ട് ഫോൺ ചോദിച്ചു. ഞാൻ ഫോൺ എടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ ഫോൺ ചെയ്യാനെന്നല്ല എടുത്ത് പോക്കറ്റ് ഇട്ടിട്ട് പറഞ്ഞു, എനിക്ക് 3000 രൂപ തന്നാലേ ഞാൻ ഫോൺ തരത്തുള്ളൂ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ കയറി അവൻ്റെ കൈക്ക് പിടിച്ച് മൊബൈൽ പിടിച്ച് മേടിക്കാൻ ശ്രമിച്ചപ്പോൾ ഇവൻ എൻ്റെ കുത്തിന് കയറി പിടിച്ചു. ഞാനും തിരിച്ച് കുത്തിന് കയറി പിടിച്ചപ്പോഴത്തേന് ഇവൻ എൻ്റെ മണിക്കൂറിന് കയറി ഒരു പിടി താഴെ വലിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളുമായി. ലാസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഉന്തും തള്ളു പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുക ചെയ്തു. ലാസ്റ്റ് ഇവൻ എൻ്റെ മണിക്കൂർ കൊണ്ട് കടിച്ച് പറിച്ച് കീറിപ്പോയി. ബ്ലാഡർ പുറത്ത് വന്നപ്പോൾ ഞാൻ ഇവൻ എന്നിട്ട് വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോവുകയും ചെയ്തു. അപ്പോൾ ഞാൻ ചെന്ന് ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി ഗവൺമെൻറ് ആശുപത്രി ചെന്നിട്ട് അവർ പറഞ്ഞ് സ്റ്റിച്ച് ഇട്ടു. മെഡിസിൻ നേരെ കേസ് ഇൻറ്റിമേഷൻ കൊടുത്തു. അവിടുന്ന് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഞങ്ങൾ കേസ് ഫയൽ ചെയ്തു. അപ്പം ഈ സമയത്ത് അവൻ മെഡിക്കൽ മിഷനിൽ ഗവൺമെൻറ് ആശുപത്രി വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും ഇവനെ പോലീസുകാർ പിടിച്ചുകൊണ്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അപ്പോൾ അത് അവിടെ അകത്ത് നിർത്തിയേക്കുമായിരുന്നു. അപ്പോൾ എന്നെ കൊണ്ട് മൊഴി എടുക്കുമായിരുന്നു എൻ്റെ. അപ്പം ഇതെല്ലാം മൊഴി എടുത്തു കഴിഞ്ഞ് ഞാൻ കേസ് അപ്പോൾ ഇവർ വീട്ടുകാരെല്ലാവരും കൂടെ വന്ന് എൻ്റെ കൈയും കാലും ഒക്കെ പിടിച്ചു. കേസ് നമുക്ക് ഒത്തുതീർപ്പാക്കാം. ഞാൻ പറഞ്ഞു, എനിക്ക് ഒത്തുതീർപ്പാക്കാൻ താല്പര്യമില്ല, കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ താല്പര്യം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് കേസെല്ലാം മൊഴിയെല്ലാം എഴുതി കഴിഞ്ഞപ്പോഴത്തേനും ഒരു 10 മണിയൊക്കെ ആയി. അതുവരെ അവൻ സ്റ്റേഷനിൽ പിടിച്ചിരുത്തേക്കുമായിരുന്നു. ഇവൻ്റെ അമ്മയും കുറേ കൂട്ടുകാരന്മാരും വന്നിട്ടുണ്ടായിരുന്നു സ്റ്റേഷനിൽ. ആ 10 മണിയായി ഞാൻ എഴുതി അങ്ങോട്ട് മൊഴിയെല്ലാം എടുത്തു കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഇവൻ സ്റ്റേഷനിൽ ഇവൻ അവിടുന്ന് ഓടിപ്പോയി കളഞ്ഞു. ആരുടെ വണ്ടിയിൽ കയറി അങ്ങ് പോയി കളഞ്ഞു. അങ്ങനായി. പിന്നെ അവനെ കിട്ടിയില്ല. അപ്പം ഞാൻ കേസ് ഫയൽ ചെയ്തു. പിന്നെ ഇന്ന് രാവിലെ അവിടെ വന്ന് ഇന്നലെ അടി നടന്നിടത്ത് വെച്ച് പോലീസ് സാറുമാരൊക്കെ വന്ന് ഇതെല്ലാം എടുത്തോണ്ട് പോയി, മസ്ത്ര എഴുതിക്കൊണ്ട് പോയി. പിന്നെ അതുപോലെ തന്നെ സാറേ, അവൻ്റെ പേര് സുബിൻ അലക്സാണ്ടർ എന്നാണ്. മരണം സുബിൻ എന്ന് പറഞ്ഞുകൊണ്ട് അറിയപ്പെടുന്നത് അവിടെ കുറ്റപ്പുഴയിലൊക്കെ. പിന്നെ അതുപോലെ ഇവനൊരു 10-40 കേസും കാര്യങ്ങളും കാപ്പ അടിച്ചിട്ടേക്കുന്നതാണ്. അവന് കഞ്ചാവ്, മറ്റേ MTMI, മറ്റേ അങ്ങനെയുള്ള കഞ്ചാവുപരമായിട്ടുള്ള എല്ലാ ഇതുമായിട്ട് അവൻ പ്രതിയാണ്. അവിടെ ആൾക്കാർക്ക് ഭയങ്കര ഉപദ്രവം അവിടെ കുറ്റപ്പുഴ വാർഡിൽ. അവിടെയുള്ള എല്ലാ ആൾക്കാരും പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കുത്തിന് പിടിക്കുക, വടിവാള് കാണിക്കുക, പൈസ മേടിക്കുക, പേടിപ്പിക്കുക, ഇതൊക്കെ തന്നെ അവൻ്റെ പരിപാടി. അവനൊരു 10-40 കേസോളം ഉണ്ട്. ഇപ്പം കാപ്പ അടിച്ചിട്ടതായിരുന്നു അവന്. അതുപോലെ തന്നെ ഇങ്ങനെ സാറേ അവിടെ നിന്ന് ആർക്കും ഒരു വഴിയിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. കാര്യം കാണുന്നവരോടെല്ലാം വടിയാൾ കാണിക്കുക,
പെപ്പർ സ്പ്രേ അടിക്കുക, എന്നിട്ട് പൈസ പിടിച്ച് മേടിക്കുക. ഇതൊക്കെ തന്നെ അവൻ്റെ പരിപാടി. അതേസമയം പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയെന്ന് SHO BK സുനിൽ കൃഷ്ണനും പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ.